പരിശുദ്ധ മറിയം ദൈവത്തിൽ ശക്തി കണ്ടെത്തിയവളാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചവളാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിന് ഒന്നും 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 അസാധ്യമല്ലല്ലോ. മറിയം ഒരു നിമിഷം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കനിൽ നിറവേറട്ടെ. എന്റെ ദൈവം യുദ്ധം ചെയ്യിക്കുന്നത് വാളും കുന്തവും പരിചയം കൊണ്ടല്ല, തന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ്. അതേ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത്. Fire on you! ഉപരിയായ നാമം, സകല നാമങ്ങൾക്കും ഉപരിയായ നാമം യേശുക്രിസ്തുവിന്റെ നാമം. There is power, and there is mighty power in the name of Jesus Christ of Nazareth. കർത്താവേ, സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും സകല പ്രപഞ്ച സൃഷ്ടികളിൽ നിന്നും സകല പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണ കവചമായവനെ, ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമമേ, ഇത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാ ആവശ്യങ്ങളോടും പ്രാർത്ഥനകളോടും നിയോഗങ്ങളോടും വേദനകളോടും കൂടെ അങ്ങയുടെ ശക്തിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ വലിയ അനുഗ്രഹം, അങ്ങയുടെ വലിയ സംരക്ഷണം, അവിടുത്തെ വലിയ പരിപാലന ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ യേശുവിനെ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ യേശുവിനെ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കിലേക്ക് ചാഞ്ഞുകെട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കിലേക്ക് ചാഞ്ഞുകെട്ടല്ലോ. നശകരമാം കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നും കയറ്റി. നശകരമാം കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ യേശുവിനെ. യേശുക്രിസ്തുവിനെ നിന്റെ കർത്താവായി നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ഈശോയോട് പറ, കർത്താവേ, അങ്ങനിലേക്ക് കടന്നു വരണമേ. എൻ്റെ ശരീരം അങ്ങയുടേതാണ്. ഈ ശരീരം ഞാൻ ഒത്തിരിയേറെ അശുദ്ധിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്, പാപത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തെ തിരസ്കരിച്ചുകൊണ്ട് ഞാൻ ലോകസുഖത്തിന് പിന്നാലെ ഓടിയിട്ടുണ്ട്. കർത്താവേ, മദ്യപിക്കുവാനും വ്യഭിചരിക്കുവാനും
ജഡികമായ പാപങ്ങൾ ചെയ്യുവാനും അശുദ്ധമായത് കാണുവാനും കേൾക്കുവാനും ചിന്തിക്കുവാനും ഞാൻ ഈ ശരീരത്തെ വിട്ടുകൊടുത്തിട്ടുണ്ട് കർത്താവേ. എൻ്റെ ദൈവമേ, അങ്ങേ വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല, ഏറ്റുപറയുന്നു. അങ്ങയുടെ കാരുണ്യം ഒന്ന് മാത്രമേ എനിക്കിന്ന് രക്ഷയ്ക്ക് അവശേഷിച്ചിട്ടുള്ളൂ കർത്താവേ. ഞാൻ അറിയുന്ന ദൈവമേ, എന്നെ വീണ്ടെടുക്കണമേ. ഞാൻ ആയിരിക്കുന്ന ഈ പാപത്തിൻ്റെ പന്നിക്കൂട്ടിൽ നിന്ന് എന്നെ വീണ്ടെടുക്കണമേ. ആ ദൂതപുത്രനെ പോലെ പന്നിക്കൂട്ടിൽ കിടന്നവന് വിശന്നപ്പോൾ, ഒന്നും കിട്ടാതെ വന്നപ്പോൾ, അവിടെ കിടന്ന് അവൻ ഏറ്റവും ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ അവന് സുബോധമുണ്ടായി, അവന് തിരിച്ചറിവുണ്ടായി. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷിക്കുന്നു, ജീവിക്കുന്നു. ഞാനോ എൻ്റെ പിതാവിൻ്റെ മകനായിരുന്നിട്ടും ഇവിടെ വിശന്ന് മരിക്കുന്നു. അവൻ പറയുകയാണ്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകും. ഞാൻ അവനോട് പറയും, ഞാൻ അവിടുത്തോട് പറയും, പിതാവേ, അവിടത്തേക്കെതിരായി, സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ മകനെന്ന് വിളിക്കുവാൻ വേണ്ട യോഗ്യത എനിക്കില്ല. അങ്ങയുടെ ദാസനൊരുവനായി എന്നെ സ്വീകരിക്കണമേ. മദ്യപിക്കുന്നവൻ വീണ്ടും മദ്യപിക്കുമ്പോൾ അവൻ പറയും സമാധാനം വേണമെന്ന് പറയും. അവൻ ലഭിക്കുന്നത് നാശമാണ്. ജഡികമായ പാപം ചെയ്യുന്നവൻ അവൻ ചെന്നെത്തുന്ന വലിയ നാശത്തിലേക്കാണ്. യേശു സമരിയക്കാരോട് പറഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വെള്ളം കുടിച്ചാൽ വീണ്ടും ദാഹിക്കും. ഈ പാപത്തിന്റെ വെള്ളം കുടിച്ചാൽ വീണ്ടും ദാഹിക്കും. ലോകം തരുന്ന വെള്ളം പാപത്തിന്റെ വെള്ളമാണ്. നിന്നെ ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന പാപത്തിന്റെ വഴികള്, നീ കുടിക്കുന്നത് പാപത്തിന്റെ ജലമാണ്. തിരിച്ചറിയണമേ സഹോദര സഹോദരി. ആ സമരിയക്കാരോട് യേശു പറഞ്ഞു, നീ കുടിക്കുന്ന ഈ വെള്ളം അത് നിനക്ക് വീണ്ടും ദാഹം തരും, അത് നിന്നെ ആ ദാഹം ശമിപ്പിക്കത്തില്ല. അപ്പോൾ അവൾ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ പക്കൽ ജീവജലമുണ്ടല്ലോ. കാരണം യേശുവോട് പറയാണ്, ഞാൻ നൽകുന്ന വെള്ളം കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല. അതെൻ്റെ കയ്യിൽ ജീവജലമായതുകൊണ്ടാണ്. ആ ജീവജലം എൻ്റെ കയ്യിലുണ്ട്. അവൾ ചോദിച്ചു, കർത്താവേ, ആ ജീവജലം എനിക്ക് തരണമേ. യേശു പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു, ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെതായ അവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ നമ്മെ അടിമപ്പെടുത്തുന്ന പാപത്തിൻ്റെ അവസ്ഥകൾ, നമ്മുടെ ജഡത്തെ ഭരിക്കുന്ന നൈമിഷിക സുഖത്തിൻ്റെ അവസ്ഥകൾ, ഇതെല്ലാം പാപത്തിൻ്റെ ജലമാണ്. യേശു പറയാണ്, നീ എഴുന്നേറ്റുവാ. ആ ധൂർത്തപുത്രൻ ഈ പാപജലം കുടിച്ച് 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 അവൻ നാശത്തിൻ്റെ പടുകുഴിയിൽ വീണവനാണ്. കൊടിയ ദാരിദ്ര്യത്തിലേക്കും കടന്നുപോയി. സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കാതെ എല്ലാം കൊണ്ടും നശിച്ചവനായി മാറിയപ്പോൾ അവന് സുബോധമുണ്ടായി, തിരിച്ചറിവുണ്ടായി. അവൻ പറയുന്നു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകും. നാം ഇന്നായിരിക്കുന്ന നമ്മുടെ പന്നിക്കൂടിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറയപ്പെട്ടവരെ, അതേതവസ്ഥയായിക്കൊള്ളട്ടെ. നമ്മൾ കിടക്കുന്ന വെറുപ്പിൻ്റെയോ കോപത്തിൻ്റെയോ പകയുടെയോ പ്രതികാരത്തിൻ്റെയോ ചിന്തകളായിരിക്കാം. എല്ലാം കീഴ്പ്പെടുത്തണമേ, കാൽക്കീഴിലാക്കുക. അതെല്ലാം ഉപേക്ഷിക്കുക. ആ പന്നിക്കൂട് ഉപേക്ഷിക്കുക. നിന്നെ ഭരിക്കുന്ന ജഡികമായ പാപങ്ങൾ, ഇന്റർനെറ്റോ ബ്ലൂ ഫിലിമോ മദ്യപാനമോ വ്യഭിചാരമോ ലോകത്തിൻ്റെ ഏതവസ്ഥകളായിക്കൊള്ളട്ടെ, അതെല്ലാം നിന്നെ ആക്കുന്ന പന്നിക്കൂടെന്ന് തിരിച്ചറിയുക. പന്നിക്കൂടെന്ന് പറയുന്നത് ഏറ്റവും മ്ലേച്ഛമായ, ഏറ്റവും മോശമായ മലിനമായ അവസ്ഥയാണ്. എല്ലാം ഉപേക്ഷിക്കാൻ, കാൽക്കീഴിലാക്കാൻ നമുക്ക് എഴുന്നേറ്റ് വരാം. അവിടെ നിന്ന് പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്നവനെ കർത്താവ് സ്വീകരിക്കുന്നു. ആ പിതാവ് അവനെ സ്വീകരിക്കാൻ തയ്യാറായി തിരിച്ചു വന്ന മകനെ കണ്ട് പിതാവ് ഓടി ചെല്ലുകയാണ്. അവൻ ആലിംഗനം ചെയ്തുകൊണ്ട് അവനെ വാരി പുണർന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇവനെ ഉടനെ മേൽത്തരം വസ്ത്രം ധരിപ്പിക്കുക, ഇവന്റെ കയ്യിൽ മോതിരം അണിയിക്കുക, ഇവന്റെ കാലിൽ ചെരുപ്പ് പാദരക്ഷ ധരിപ്പിക്കുക, കൊഴുത്ത കാളയെ കൊന്ന് വിരുന്ന് ആഘോഷിക്കുക. തിരിച്ചു വരുന്നവനെ ദൈവം സ്വീകരിക്കുന്നു. നമുക്ക് തിരിച്ചു വരാം, പൂർണ്ണമായി നമുക്ക് തിരിച്ചു വരാം ദൈവസന്നിധിയിലേക്ക്. ലോകത്തിൻ്റെ എല്ലാം ഉപേക്ഷിക്കാം. നമുക്ക് മനസ്സ് സൂക്ഷിക്കുന്ന എല്ലാ കാപട്യവും ഉപേക്ഷിക്കാം. ഉള്ളിലുള്ള പകയും വിദ്വേഷവും പ്രതികാരവും ഉപേക്ഷിക്കാം. എല്ലാം അടിയറപ്പിക്കുക ദൈവസന്നിധിയിൽ. പ്രതികാരം ചെയ്യരുത്, അത് ദൈവത്തിന് വിട്ടുകൊടുക്കാൻ ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ആരോടും പ്രതികാരം ചെയ്യാൻ നമുക്ക് അവകാശമില്ല, വിധിക്കാൻ നമുക്ക് അവകാശമില്ല, ചിന്തിക്കാൻ നമുക്ക് അവകാശമില്ല. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. കർത്താവേ, ഇതാ ഞാൻ എല്ലാ പാപങ്ങളെയും ഈ പന്നിക്കൂട്ടിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പകലേക്ക് കടന്നു വരുന്നു. കർത്താവേ, എന്നെ സ്വീകരിക്കണമേ, എന്നെ സ്വന്തമാക്കി മാറ്റണമേ. എന്നിലെ ഈ പാപത്തിൻ്റെ ഈ വസ്ത്രത്തെ, ഈ കീറി പറഞ്ഞ ഈ വസ്ത്രത്തെ മാറ്റി ഒരു പുതിയ വസ്ത്രം എന്നെ ഉടുപ്പിക്കണമേ. കർത്താവേ, വിശുദ്ധരെ മേലങ്കി എന്നെ പുതപ്പിക്കണമേ. ദൈവമേ, അഭിഷേകത്തിന് മേലങ്കി എന്നെ പുതപ്പിക്കണമേ. കർത്താവേ,
ഞാനത് തിരിച്ചു വരുന്ന കർത്താവ് തിരിച്ചിലേക്ക് കൂടി കയ്യിൽ ഉയർത്തിപ്പിടിക്കാൻ പ്രിയപ്പെട്ടവരെ. ഹൃദയത്തിൽ ആരൊക്കെ പശ്ചാത്തപിക്കുന്നുവോ ഞങ്ങളോട് പറയുകയാണ്, ഇതാ ഈ നിമിഷം നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വലിയ ശക്തി ഇറങ്ങി വരാൻ പോവുകയാണ്. നിങ്ങൾ ഓരോരുത്തരിലേക്ക് സ്വർഗത്തിൽ നിന്നും പിതാവ് അയക്കുന്ന, അവിടുത്തെ പരിശുദ്ധാത്മാവ് വഴി അയക്കുന്ന അവിടുത്തെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ നിമിഷം തന്നെ നിങ്ങൾ അനേകര് ശാരീരികമായ രോഗങ്ങൾ വിട്ടുപോവുകയാണ്. അനേകരുടെ മനസ്സിന്റെ ഭാരങ്ങൾ വിട്ടു മാറുക. നിമിഷങ്ങളിൽ ആരെല്ലാം തീരുമാനമെടുത്തു ആയിരിക്കുന്ന പന്നിക്കോട് ഉപേക്ഷിക്കാൻ ആരൊക്കെ തീരുമാനമെടുത്തു, ആരൊക്കെ ആ ധൂർത്തപുത്രനെ പോലെ എഴുന്നേറ്റ് പിതാവിലേക്ക് വരാൻ തീരുമാനമെടുത്തു, ആരൊക്കെ യേശുവിലേക്ക് വരാൻ തീരുമാനമെടുത്തു, ഇതാ നിന്റെ ജീവിതത്തിൽ നിന്ന് ആ പഴയതിനെ ദൈവം ഉരിഞ്ഞു മാറ്റുകയാണ്. നിന്നിലെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കുകയാണ്. ഇപ്പോൾ ഉയരത്തിൽ നിന്ന് വരുന്ന ഉദയരശ്മി, പ്രകാശരശ്മികൾ, അവിടുത്തെ ശക്തി ഇതിനുള്ളിൽ കടന്നു വരികയാണ്. ഹൃദയത്തിലേക്ക് വിളിക്കുക, അവിടുത്തെ എനിക്ക് അങ്ങയുടെ മകനായിട്ട് ജീവിക്കണം, എനിക്ക് അങ്ങയുടെ മകളായിട്ട് ജീവിക്കണം കർത്താവേ. ഞാൻ ഉപേക്ഷിക്കുന്നു ലോകത്തെ, പാപത്തെ ഉപേക്ഷിക്കുന്നു ദൈവമേ. എൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന പാപത്തിന്റെ ശക്തികളെ ഞാൻ കാണുന്നു, ഞാൻ അവയെ തള്ളിപ്പറയുന്നു. ഐ റിജക്ട് ദം, ഐ റിബുക്ക് ദം. എന്നെ ബഹിഷ്കരിക്കുന്നു ഈശോയുടെ നാമത്തിൽ. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഈ ശരീരത്തിൽ യേശുവിൻ്റെ കരുത്ത് നിറയണം, യേശുവിൻ്റെ ഭരണം ഉണ്ടാകണം. യേശു കർത്താവായി എന്നെ ഭരിക്കണം. എന്നെ മേൽ പിതാവായ ദൈവത്തിൻ്റെ ആധിപത്യം ഉണ്ടാകണം. എന്നിലേക്ക് പരിശുദ്ധാത്മാവിന് നിറവ് കടന്നു വരണം, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം കടന്നു വരണം. ദൈവമേ, പൂർണ്ണമായിട്ട് തരുന്നു. എൻ്റെ മേൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കടന്നു വരണം. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ അമ്മയായി യേശുവിൻ്റെ അമ്മ എന്നിൽ കടന്നു വരണം. എന്നെ പൂർണ്ണമായിട്ട് തരികയാണ്. നമ്മുടെ കയ്യിൽ ഉയർത്തി പിടിച്ച് കർത്താവിനെ സ്വന്തമായിട്ട് സ്തുതിക്കട്ടെ ഒരു നിമിഷം കൂടി. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടു തരം ഭയമുണ്ട്. സ്വാഭാവികമായി മനുഷ്യനെ ഭരിക്കുന്ന ഭയമുണ്ട്. ചെറുപ്പകാലം മുതൽ ജന്മനാലെ കെട്ടിയിട്ടുള്ള ഒരു ബന്ധനം, അകാരണമായ ഭയം, എന്തിനേയും ഭയം. എത്ര വിശ്വസിക്കാൻ ശ്രമിച്ചാലും വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കാൻ ശ്രമിക്കുന്നതോറും മറുവശത്തു നിന്ന് ഭയം കുത്തിക്കൊണ്ടിരിക്കും. ഭയത്തിൻ്റെ സ്വാധീനം വിശ്വാസത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. വിശ്വസിക്കാൻ സാധിക്കില്ല. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഭയം എന്ന് പറയുന്നത് പിശാചിൻ്റെ ശക്തിയാണ്. ഭയം ഉള്ളിടത്ത് വിശ്വാസം ശക്തി പ്രാപിക്കത്തില്ല. വിശ്വാസം ഉള്ളിടത്ത് ഭയം ശക്തി പ്രാപിക്കത്തില്ല. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, വിശ്വാസം ഉള്ളിടത്ത് ഭയം ശക്തിപ്പെടില്ല. ഇനി ഈ സമൂഹത്തിൽ മറ്റനേകം ആൾക്കാരുണ്ട് അകാരണമായ ഭയം. അത് വിശ്വാസം പോകുന്നത് മാത്രമല്ല, എന്തെങ്കിലും കേൾക്കുമ്പോഴേ പെട്ടെന്ന് മനസ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെട്ടു പോവുക, മനസ്സിന് കരുത്തില്ലാണ്ട് വരിക, പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരിക. രാത്രിയെ ഭയം, ശബ്ദത്തെ ഭയം, ഇരുട്ടിനെ ഭയം, പല വസ്തുക്കളെയും പല ജീവികളെയും ഭയം. ഇതിനെല്ലാം നമ്മൾ സ്വതന്ത്രരാകണം. അകാരണമായ ഉത്കണ്ഠ, അത് ഭയത്തിൽ നിന്ന് വരുന്നതാണ്. ഭയത്തിൻ്റെ ഭാഗമാണ് ഉത്കണ്ഠ. എപ്പോഴും ഉത്കണ്ഠപ്പെടുക, എപ്പോഴും നാളെയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെ ഒന്നും വിശ്വാസം ഒരിക്കലും വളരില്ല. വിശ്വാസം ശക്തി ആർജിക്കില്ല. നാം പ്രാർത്ഥിച്ച് വളർത്തിയെടുക്കുന്ന വിശ്വാസത്തെ ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ പറ്റും ഭയത്തിന്. നാം അതിൽ നിന്ന് സ്വതന്ത്രരാകണം. വിശ്വാസം എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. ഭയം എന്നത് പിശാചിൻ്റെ ദാനമാണ്. ഒരുപക്ഷെ നമ്മുടെ ജന്മനാലെ മാതൃഗർഭത്തിൽ വെച്ച് കിട്ടിയ ഭയം നമ്മുടെ മനസ്സിൻ്റെ അബോധതലത്തിൽ കുടികൊണ്ട് ആ ഭയം വളർന്ന് വളർന്ന് ഇന്നും നമ്മളെ വിട്ടുപോകാതെ നമ്മളെ ഞെരുക്കുന്നുണ്ടായിരിക്കാം. രണ്ട്, നാം ചെയ്തുപോയ പാപങ്ങളിലൂടെ നമ്മളീ കടന്നു വന്ന ഭയത്തിൻ്റെ സ്വാധീനം. ഇങ്ങനെ രണ്ട് തരത്തിൽ നമ്മളെ ഭയം കീഴ്പ്പെടുത്തും. ഈ രണ്ട് അവസ്ഥയിൽ നമുക്ക് മോചനം വേണം. നാം യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. പ്രത്യേകിച്ച് സ്പിരിറ്റ്സിലെ ഓരോ മക്കളും കർത്താവിനോട് യുദ്ധം ചെയ്യുന്നവരാണ്, യുദ്ധരംഗത്ത് നിൽക്കുന്നവരാണ്. കർത്താവ് ജോഷുവോട് എന്താ പറഞ്ഞത്? ശക്തനും ധീരനുമായിരിക്കുക, ശക്തനും ധീരനുമായിരിക്കുക. നമ്മുടെ വിളി അതാണ്, ശക്തനും ധീരനുമായിരിക്കുക. നമ്മളെ മനസ്സ് തകർക്കുന്ന രീതിയിൽ എപ്പോഴും ലോകത്തിൽ നമുക്കെതിരായി ജ്വലിക്കുന്ന കൂരമ്പുകൾ വന്നുകൊണ്ടേയിരിക്കും മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ. അവിടെയെല്ലാം നമ്മൾ പതറിപ്പോയാൽ ഒരിക്കലും ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് നമുക്ക് വിടുതൽ വേണം. യേശു പറയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നിട്ട് പറയുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവായ ദൈവമേ,
അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ഹൃദയത്തിൽ വേരുപിടിക്കുവാൻ, ആഴത്തിൽ വേരോടുവാൻ അനുഗ്രഹിക്കണമേ. എന്നോട് കരുണ കാണിക്കണമേ. എന്നിൽ കുട്ടികൊള്ളുന്ന ഭയത്തിൻ്റെ ശക്തികളെ അതിൻ്റെ വേരോടെ പിഴുതെറിയുവാൻ എന്നിലേക്ക് അങ്ങയുടെ വചനം അയക്കണമേ. അങ്ങയുടെ വചനം അയച്ച് എന്നെ സുഖപ്പെടുത്തണമേ. അങ്ങയുടെ വചനം അയച്ച് എന്നെ വിടുവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, നിങ്ങളിൽ കിടക്കുന്ന ഭയം. അതിൻ്റെ ഉറവിടം ഞാൻ പറഞ്ഞു. മാതൃഗർഭത്തിൽ വെച്ച് മാതാപിതാക്കന്മാരിലൂടെ നമ്മളിലേക്ക് പകരപ്പെട്ട ഭയമുണ്ട്. അമ്മയ്ക്കുണ്ടായ ഭയം, തലമുറയിൽ നിന്ന് വന്നുപോയിട്ടുള്ള ഭയത്തിൻ്റെ ആധിപത്യങ്ങൾ ജീനുകളിലൂടെ നമ്മളിലേക്ക് പകരപ്പെടുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ അബോധതലത്തിലും അവിടെ നിന്ന് രക്തത്തുള്ളികളിലേക്ക് അത് പടരുന്നു. ആ ഭയം പടർന്ന് ശരീരത്തിലെ അവയവങ്ങൾക്ക് രോഗങ്ങളായിട്ട് മാറുന്നു. ആ അവസ്ഥയിൽ നമുക്ക് ഈശോ കൊടുക്കാം. ഞാനെൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം എൻ്റെ മാതാപിതാക്കന്മാരിലൂടെ എന്നിലേക്ക് കടന്നു വന്ന ഭയം, എൻ്റെ തലമുറയിൽ ഭയത്തിൻ്റെ ആധിപത്യം ഉണ്ടായിരുന്നത് കൊണ്ട് സ്വാഭാവികമായും എൻ്റെ മാതാപിതാക്കന്മാർക്കും അത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ അമ്മ അകാരണമായ ഭയത്തിന് ഉടമയായിരുന്നിരിക്കാം. ഞാൻ ഉദരത്തിലായിരുന്ന കാലഘട്ടങ്ങളിൽ അമ്മയ്ക്കുണ്ടായ കൊടിയ ഭയം എന്നെ ആക്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിലുള്ള ഭയത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവേ, തിരുമുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. എൻ്റെ ഇന്നലകളെ അറിയുന്ന ദൈവമേ, എന്നോട് കരുണ കാണിക്കണമേ. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്ന 9 മാസവും ദിവസങ്ങളും എന്നിൽ വേരുവാകപ്പെട്ട ഭയത്തെ അവിടുത്തെ അഗ്നി ഇപ്പോൾ അയച്ച്, ദൈവസ്നേഹത്തിൻ്റെ അഗ്നി അയച്ച് അങ്ങിപ്പോൾ നിർവീര്യമാക്കി കളയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാർ ചെയ്തു പോയ പാപം, പ്രത്യേകിച്ചും 1-ാം പ്രമാണ ലംഘനങ്ങൾ, എൻ്റെ അമ്മ ഭക്ഷിച്ചതായ വിഗ്രഹാർപ്പിത വസ്തുക്കളുടെ സ്വാധീനങ്ങൾ, അതുവഴിയെല്ലാം കടന്നു വന്ന പൈശാചിക പീഡകൾ എൻ്റെ മനസ്സിൻ്റെ അബോധ തലത്തിൽ കൂട്ടിക്കൊണ്ടുകൊണ്ട് ഭയത്തിൻ്റെ ശക്തികളെ, ഭയത്തിൻ്റെ ദുരാത്മാക്കളെ എന്നിൽ വളരുവാനായിട്ട് ഇടവരുത്തിയിട്ടുണ്ട്. ദൈവമേ, ഞാൻ ഏറ്റു പറയുന്നു, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉള്ളിൽ കുടികൊള്ളുന്നതായ ഭയത്തിലൂടെ ശരീരത്തിലേക്ക് വന്നുള്ള രോഗങ്ങൾ, ക്യാൻസർ, ട്യൂമർ, ആർത്രൈറ്റിസ്, ദൈവമേ, പലവിധമായ രോഗങ്ങൾ, ആത്മഹത്യ ചിന്തകൾ, നിരാശ, ആകുല ചിന്തകൾ, ഉത്കണ്ഠ, ജീവിതത്തെ പ്രത്യാശയില്ലാത്ത അവസ്ഥ, സമാധാനമില്ല, സന്തോഷമില്ലാത്ത അവസ്ഥ, ദൈവമേ, എന്തെങ്കിലും കേട്ട് കഴിയുമ്പോൾ മനസ്സ് ഇടിഞ്ഞു പോകുന്നു, വിശ്വാസം തകർന്നു പോകുന്ന അവസ്ഥകൾ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാതാപിതാക്കന്മാരിലൂടെ അല്ലേ കടന്നു വന്ന ഭയത്തിൻ്റെ എല്ലാ ശക്തിയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ദൈവമേ, എൻ്റെ പിതാക്കന്മാർ അറിവില്ലാതെ, അവരുടെ അറിവില്ലായ്മയിൽ അവർ ചെയ്തു പോയ പ്രവൃത്തിയിലൂടെ എനിക്ക് ലഭിച്ചതാണ് ഈ ബന്ധനം. ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് അവരോട് ക്ഷമിക്കുന്നു. കർത്താവേ, എൻ്റെ അപ്പനോട് അമ്മയോട് ക്ഷമിക്കുന്നു. അവർക്കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ. ഭയത്തിൽ മരിച്ചുപോയിട്ടുള്ള എൻ്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അകാരണമായ ഭയം പിടിപെട്ട് മനോരോഗികളായിട്ട് ജീവിച്ച് മരിച്ചുപോയ എൻ്റെ പിതാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൽ ജീവികളെ കണ്ട്, വസ്തുക്കൾ കണ്ട്, വെള്ളം, ഇടിമിന്നൽ, തീയ്, ഇങ്ങനെയുള്ള അനേകം സൃഷ്ടവസ്തുക്കളിലൂടെ ഭയന്ന് ജീവിച്ച് മരിച്ചുപോയവരുണ്ട്. ഭയപ്പെടുന്ന കാഴ്ചകൾ കണ്ട് ഭയന്ന് ജീവിച്ച് മരിച്ചവരെ ആ സ്വാധീനമെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 4:18 തിരുവചനം, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. എന്നിട്ട് പറയാം, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. പൂർണ്ണമായ സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. അപാപിതാവേ, 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 അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ അവിടുത്തെ സ്നേഹം എൻ്റെ ആത്മാവിലേക്ക് പകരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് പകരണമേ, എൻ്റെ ജീവനിലേക്ക് പകരണമേ, എൻ്റെ ശരീരത്തിലേക്ക് പകരണമേ. എനിക്ക് സൗഖ്യം നൽകണമേ. എല്ലാ ഭയത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എല്ലാ ഭയത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എൻ്റെ അബോധ മനസ്സിൻ്റെ തലത്തിൽ കുടികൊള്ളുന്ന ഭയത്തിൻ്റെ ശക്തികളെ വേരോടെ, അടിവേരോടെ
പിഴുതെറിയണമേ, പിഴുതെറിയണമേ. ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നെ തലമുടി നാര് മുതൽ ഉള്ളങ്കാല് വരെ എന്നെ രക്തത്തുള്ളികളില്, മാംസപേശികളില്, അസ്ഥികളിലും മജ്ജയിലും സന്ധിബന്ധങ്ങളിലും നാഡീഞരമ്പുകളിലും ദൈവസ്നേഹത്തിന്റെ ശക്തി നിറയ്ക്കണമേ, നിറയ്ക്കണമേ, നിറയ്ക്കണമേ. എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ സുഖപ്പെടുത്തണമേ. ഭയത്തിന്റെ എല്ലാ ശക്തികളും യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ടു മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയുടെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ധൈര്യത്തിന്റെ ആത്മാവേ, വിശുദ്ധിയുടെ ആത്മാവേ, വിശ്വാസത്തിന്റെ ആത്മാവേ, എന്നെ മേൽ ഇറങ്ങി വരണമേ, എന്നെ മേൽ കടന്നു വരണമേ, എന്നെ മേൽ വസിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ സ്വർഗ്ഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അധികാരവും ശക്തിയുള്ള നാമത്തിൽ ഭയത്തിന്റെ എല്ലാ ദുരാത്മാക്കളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. I bind you in the name of Jesus Christ. I command you all to surrender. The name of Jesus Christ of Nazareth. സകല മുട്ടും മടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ ഭയവും വിട്ടു മാറ്, അവരുടെ ശരീരത്തെ വിട്ടു മാറ്, മനസ്സിനെ വിട്ടു മാറ്. ഉപബോധ മനസ്സിൽ കിടക്കുന്ന എല്ലാ മുറിവുകളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയത്തിൻ്റെ എല്ലാ മുറിവുകളും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ബോധ മനസ്സിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കാതിലൂടെ കടന്നുപോയ ഭയത്തിൻ്റെ ശബ്ദങ്ങളെ ബന്ധിക്കുന്നു. കണ്ണിലൂടെ കടന്നുപോയ ഭയത്തിൻ്റെ കാഴ്ചകളെ ബന്ധിക്കുന്നു. സ്വാധീനങ്ങൾ വിട്ടു മാറട്ടെ, വിട്ടു മാറട്ടെ. യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം നിൻ്റെ കണ്ണുകളെ കഴുകി ശുദ്ധീകരിക്കട്ടെ. യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം നിൻ്റെ കാതുകളെ കഴുകി ശുദ്ധീകരിക്കട്ടെ. യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം നിൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കട്ടെ. നിൻ്റെ ഓർമ്മകളെ ശുദ്ധീകരിക്കട്ടെ. നിൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കട്ടെ. നിൻ്റെ മനസ്സിനെ സുഖപ്പെടുത്തട്ടെ. എല്ലാം നിരാശയും വിട്ടു മാറട്ടെ. എല്ലാ ഉത്കണ്ഠയും വിട്ടു മാറട്ടെ. മനസ്സിന് ധൈര്യമുണ്ടാകട്ടെ, ധൈര്യമുണ്ടാകട്ടെ, ധൈര്യമുണ്ടാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഭയത്തെ നമ്മൾ വളർത്തിയെടുത്ത രണ്ടാമത്തെ തലമാണ് നമ്മുടെ സ്വന്തം പാപങ്ങൾ, പ്രത്യേകിച്ചും ഒന്നാം പ്രമാണ ലംഘനങ്ങൾ. നാം കഴിഞ്ഞു പോയ നാളുകളിൽ വിട്ടുപോയ പാപത്തിൻ്റെ ആ വഴികൾ, ഒന്നാം പ്രമാണ ലംഘനത്തിലൂടെ, അവിടുത്തെ വസ്തുക്കൾ ഭക്ഷ്യത്തിലൂടെ എല്ലാം കടന്നു വന്നിട്ടുള്ള പൈശാചിക ബന്ധനങ്ങൾ, അത് ഭയമായിട്ട് ഞെരുക്കപ്പെടുന്നു. അതെല്ലാം ഓർക്കുക, തന്നെ സമർപ്പിക്കുക. അതെല്ലാം അതോടൊപ്പം തന്നെ നിൻ്റെ കണ്ണുകൾ കൊണ്ട് നീ കാണാൻ ഇടവന്ന ഭയപ്പെടുന്ന കാഴ്ചകൾ, അപകട മരണങ്ങൾ, ആത്മഹത്യകൾ, വണ്ടി അപകടങ്ങൾ, ദുരന്തങ്ങൾ, നിന്നെ ഭയപ്പെടുത്തിയിട്ടുള്ള ജീവികൾ, കണ്ണു കണ്ട കാഴ്ചകൾ. ഒന്നാം പ്രമാണ ലംഘനം ഒരു അടിസ്ഥാനമായി ഉള്ളിൽ കിടക്കുമ്പോൾ വളരെ പെട്ടെന്ന് നിന്നെ ഭയപ്പെടുത്തുവാൻ സാത്താൻ അവസരം കണ്ടെത്തുന്നു. അതുകൊണ്ട് ആ ഒരു മേഖല, ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ മേഖലയെ വിശുദ്ധീകരിക്കുക. ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത അന്ധകാരത്തിൻ്റെ മേഖലയിലേക്ക് ദൈവത്തിൻ്റെ വെളിച്ചം കടന്നു വരട്ടെ. കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. യേശുക്രിസ്തുവിൻ്റെ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അധികാരവും ശക്തിയുള്ള നാമത്തെ ഏറ്റുപറയുന്നു. കർത്താവേ, അവിടുന്ന് തൻ്റെ അപ്പോസ്തലന്മാർക്ക് കൊടുത്ത അധികാരം, സകല പിശാചുകളുടെ മേൽ അധികാരവും ശക്തിയും നിന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ പ്രിയപ്പെട്ട ദൈവജനത്തെ പീഡിപ്പിക്കുന്ന സകല ദുരാത്മകളെ ശാസിക്കുന്നു. ഒന്നാം പ്രമാണ ലംഘനം വഴി കടന്നു വന്നിട്ടുള്ള സാത്താൻ്റെ ആധിപത്യങ്ങളെ ബന്ധിച്ച് യേശു വേരുടെ പിടിതെറിയുന്നു. വിട്ടുപോകട്ടെ. ഇവിടെ ജീവിതത്തെ വിട്ടു മാറട്ടെ. ഇവിടെ മനസ്സിനെ വിട്ടു മാറട്ടെ. ഇവിടെ ആത്മാവിനെ വിട്ടു മാറട്ടെ. ഹൃദയത്തെ വിട്ടു വിട്ടുമാറി ഈശോയുടെ നാമത്തിൽ. ഭക്ഷിച്ചിട്ടുള്ള വിഗ്രഹാർപ്പണ വസ്തുക്കളെ ബന്ധിക്കുന്നു, സ്വാധീനങ്ങളെ ബന്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഓരോ മക്കളും സ്വതന്ത്രരാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലേക്ക് ഇറങ്ങി വരുന്നു. നിന്നെ വിശുദ്ധീകരിക്കട്ടെ. നിന്നെ സ്വതന്ത്രമാക്കട്ടെ. നിന്നെ ശക്തിപ്പെടുത്തട്ടെ. നിന്റെ മേലുള്ള കെട്ടിൽ അഴിയട്ടെ. നിന്റെ മേലുള്ള ബന്ധനം അഴിയട്ടെ ഈശോയുടെ നാമത്തിൽ. ബി ഫ്രീ. കടന്നുപോയ എല്ലാ ഭയത്തെയും ബന്ധിക്കുന്ന ഈശോയുടെ നാമത്തിൽ. കണ്ണു കണ്ട ഭയത്തെ എല്ലാം ബന്ധിക്കുന്നു. നിന്റെ ഓർമ്മയിൽ കുടികൊള്ളുന്ന എല്ലാ ഭയത്തെയും ബന്ധിക്കുന്നു. വിട്ടുപോയ ഈശോയുടെ നാമത്തിൽ. മനസ്സിനെ വിട്ടു മാറട്ടെ. കർത്താവിൻ്റെ രക്തം നിൻ്റെ തലച്ചോറിൽ ഒഴുകി ഇറങ്ങി നിൻ്റെ തലച്ചോറിലെ കോശങ്ങളെ ശുദ്ധീകരിക്കട്ടെ. നിൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കട്ടെ. നിൻ്റെ ശരീരത്തെ ശുദ്ധീകരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നിൻ്റെ ഹൃദയത്തിൽ നിറയട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിന്നെ ഭരിക്കട്ടെ. കയ്യിൽ കുത്തി പിടിച്ചുകൊണ്ട് തന്നെ സ്തുതിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. മഹത്വം, 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 മഹത്വം.
അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്ന യേശുവേ, അങ്ങേ ആരാധിക്കുന്ന, നന്ദി പറയുന്ന, അങ്ങേ മഹത്വപ്പെടുന്നപ്പാ സ്തോത്രം. ഇരു കരങ്ങളും ശിരസിൽ വയ്ക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വന്ന് നിന്നിൽ ആവശിച്ച് നിന്റെ ഹൃദയത്തിൽ നിറയട്ടെ, നിന്റെ മനസ്സിൽ, ബോധ മനസ്സിൽ നിറയട്ടെ. അബോധ മനസ്സിൽ നിറഞ്ഞ് എല്ലാ മുറിവുകളും ഉണക്കട്ടെ, സുഖപ്പെടുത്തട്ടെ. അബോധ മനസ്സിൽ നിറഞ്ഞ് നിന്റെ അബോധ മനസ്സ് ശുദ്ധീകരിക്കട്ടെ. അവിടെ നിന്ന് ഇപ്പോൾ അവിടെ കുടികൊള്ളുന്ന എല്ലാ തിന്മയും നിന്നെ വിട്ടു മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് നിറയപ്പെടുക. നിന്റെ ചിന്തയിലും നിന്റെ ഭാവനയിലും അവിടുത്തെ ആത്മാവ് ഇറങ്ങി നിറയട്ടെ. നിന്റെ ബുദ്ധിയിലും നിന്റെ മനസ്സാക്ഷിയിലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിറയട്ടെ. നിന്റെ തലമുടി നാരുകളിലൂടെ നിന്റെ തലച്ചോറുള്ള ഓരോ കോശങ്ങളിലേക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി നിറയട്ടെ. നിന്റെ നാഡീ ഞരമ്പുകളിലേക്ക് ഇറങ്ങി വരട്ടെ. നിന്റെ മാംസപേശികളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. നിന്റെ അസ്ഥികളിലും മജ്ജയിലും സന്ധിബന്ധങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി നിറയട്ടെ. നിന്റെ സ്കിന്നിൽ, രോമകൂപങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. തല മുതൽ ഉള്ളംകാല് വരെയും എല്ലാ ആന്തരിക അവയവങ്ങളും പരിശുദ്ധാത്മാവ് നിറയട്ടെ. ദൈവസ്നേഹം നിറയട്ടെ. ഭയം വിട്ടുപോകട്ടെ, ഭയം വിട്ടുപോകട്ടെ, ഭയം വിട്ടുപോ. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ കൈകൾ തലയിൽ വെച്ചോ തന്നെ നന്ദി പറ ശ്രുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നവരാകട്ടെ, വിദ്യാഭ്യാസം നടത്തുന്ന കുഞ്ഞുങ്ങളെ, മാതാപിതാക്കന്മാർ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സമർപ്പിക്കുക. നിങ്ങളുടെ സഹോദരങ്ങൾ, കർത്താവേ, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യം യാചിക്കുന്നു. വിശ്വാസപൂർവ്വം നിങ്ങളുടെ വലതുകരം നിങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കരം നിങ്ങൾ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിലുള്ള നിങ്ങളുടെ മകൻ്റെ, മകളുടെ മേലാണ്. പഠിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ വലതുകരം സ്വന്തം ശിരസിൽ വയ്ക്കുക. കർത്താവേ, ഒരേ മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ മക്കളേക്കാൾ പ്രകാശത്തിൻ്റെ മക്കള് ഈ തലമുറയിൽ ബുദ്ധിശാലികളായി മാറട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ മക്കൾ ഓരോരുത്തരും സ്വീകരിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവ് നന്നായി പഠിക്കുവാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ. പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ ഈ ലോകത്തിൽ വിശുദ്ധരായി വളർന്നു വരുവാൻ എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവിൻ, അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ശിശുക്കളെ പോലെ ആകുന്നവർക്കാണ് സ്വർഗരാജ്യമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചവനെ. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. നന്നായി പഠിക്കുവാനും പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനും നന്നായി പരീക്ഷ എഴുതുവാനും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും ഭയവും ടെൻഷനും ഓരോ മക്കളെയും വിട്ടുമാറിപ്പോകട്ടെ. പഠിക്കുവാൻ പറ്റാത്ത അവസ്ഥകൾ മാറിപ്പോകട്ടെ. ഗ്രഹിക്കുവാൻ പറ്റാത്ത അവസ്ഥകൾ മാറ്റപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, എത്രയധികം പഠിച്ചാലും അതൊന്നും ഓർമ്മിക്കാൻ പറ്റാത്ത രീതിയിൽ മന്ദീഭവിച്ചു പോയ ബുദ്ധിയുടെ അവസ്ഥകൾ ബന്ധിക്കുന്നു. തലച്ചോറിൻ്റെ ഓരോ കോശങ്ങൾക്കും ജീവനുണ്ടാകട്ടെ, ശക്തിയുണ്ടാകട്ടെ. ദൈവമേ, ഓരോ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ പരീക്ഷകളെയും ധൈര്യപൂർവ്വം നേരിടുവാൻ അങ്ങയുടെ നല്ല ആത്മാവ് കുഞ്ഞുങ്ങളെ കരുത്തരും ശക്തരുമാക്കി മാറ്റട്ടെ. നല്ല വിദ്യാഭ്യാസം നേടുവാൻ ഓരോ മക്കൾക്കും അനുഗ്രഹമുണ്ടാകട്ടെ. ഈ മക്കളെയും ഇവർ പഠിക്കുന്ന സ്ഥാപനങ്ങളെയും ഇവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും എല്ലാ സഹപാഠികളെയും ഞങ്ങൾ സമർപ്പിക്കുന്ന ദൈവമേ. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ദൈവമേ പഠിക്കുവാൻ സാധിക്കാതെ വേദനിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇറങ്ങിച്ചെന്ന് അവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് അനുസരണം ഉണ്ടാകട്ടെ. പ്രാർത്ഥനാശീലം ഉണ്ടാകട്ടെ. വിശ്വാസം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ.